നിങ്ങളുടെ വീട്ടിൽ എത്ര പണം വന്നാലും എത്ര ഭാഗ്യം ഉണ്ടായാലും വീടിന്റെ വാതിൽക്കൽ ഈ ഒരു ചെറിയ കാര്യം ശ്രദ്ധിക്കാത്തവരാണെങ്കിൽ അതൊക്കെ വെറുതെയാണെന്ന് ജപ്പാൻകാർ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് അവരുടെ വീടുകളുടെ എൻട്രി എപ്പോഴും വൃത്തിയായും ക്രമമായും കാണുന്നത്. പലരും ഇത് വെറും ശുചിത്വമാണെന്ന് കരുതും, പക്ഷേ അതിനു പിന്നിൽ ഒരു വലിയ ജീവിത പാഠമുണ്ട്. ഇന്ന് ഈ വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ നാളെ രാവിലെ ആദ്യം നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം നിങ്ങളുടെ വീടിന്റെ എൻട്രി വൃത്തിയാക്കലായിരിക്കും. എന്തുകൊണ്ടാണെന്ന് അവസാനം വരെ കണ്ടാൽ മനസ്സിലാകും. നമ്മളൊക്കെ ദിവസം വീട്ടിൽ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് ഈ വാതിലിലൂടെയാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ ആ ഭാഗം ശ്രദ്ധിക്കുന്നവർ വളരെ കുറവാണ്. ചെരുപ്പുകൾ വലിച്ചെറിഞ്ഞു കിടക്കും, പഴയ പാഴ്സലുകളുടെ പെട്ടികൾ, പൊടികൾ, ചിലന്തി വല, ഉപയോഗമില്ലാത്ത സാധനങ്ങൾ, പഴയ കുടകൾ, അങ്ങനെ എന്തൊക്കെയോ കൂട്ടി വെച്ച് വീട്ടിലേക്കുള്ള ആദ്യ കാഴ്ച തന്നെ അലങ്കോലമാക്കും. എന്നാൽ ജപ്പാനിൽ ഒരു വീടിന്റെ സ്വഭാവം അറിയണമെങ്കിൽ ആദ്യം നോക്കുന്നത് അതിന്റെ എൻട്രിയാണ്. കാരണം ആ വീട്ടിലേക്ക് കയറുന്ന ഒരാൾക്ക് ആദ്യം ലഭിക്കുന്ന അനുഭവം അതാണ്. ജാപ്പാനീസ് വിശ്വാസപ്രകാരം വൃത്തിയുള്ള എൻട്രി മനസ്സിനും വീട്ടിലെ അന്തരീക്ഷത്തിനും നല്ലൊരു തുടക്കമാണ് നൽകുന്നത്. പലരും ഇതിനെ പോസിറ്റീവ് എനർജി എന്ന് പറയാറുണ്ട്. ശാസ്ത്രീയമായി പറഞ്ഞാൽ വൃത്തിയുള്ളതും ക്രമമുള്ളതുമായ ഇടങ്ങൾ മനസ്സിന് സമാധാനവും നിയന്ത്രണ ബോധവും നൽകുന്നു. രാവിലെ എണീറ്റ് വാതിൽ തുറക്കുമ്പോൾ അലങ്കോലമല്ല, വൃത്തിയും വെളിച്ചവുമാണ് കാണുന്നതെങ്കിൽ ദിവസം തന്നെ ഒരു നല്ല ഫീലോടെ തുടങ്ങും. അതുകൊണ്ടാണ് ജപ്പാനിലെ പല കുടുംബങ്ങളും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് വെറും 2 മിനിറ്റ് എടുത്ത് എൻട്രി വൃത്തിയാക്കുന്നത്. ചെരുപ്പുകൾ നേരെയാക്കി വയ്ക്കും, പൊടി തുടച്ചു മാറ്റും, ഉപയോഗമില്ലാത്ത ഒന്നും അവിടെ കിടക്കാൻ അനുവദിക്കില്ല. വീട്ടിൽ കയറുന്ന ഓരോരുത്തർക്കും ഇവിടെ സമാധാനമുണ്ട് എന്നൊരു തോന്നൽ ഉണ്ടാകണമെന്നാണ് അവരുടെ ചിന്ത. അതിന് വലിയ പണം വേണ്ട, വില കൂടിയ അലങ്കാരങ്ങളും വേണ്ട, വേണ്ടത് ചെറിയൊരു ശ്രദ്ധ മാത്രം. നമ്മുടെ വീട്ടിലും ഇത് പരീക്ഷിച്ച് നോക്കാം. ഇന്ന് വൈകുന്നേരം വീട്ടിലെത്തുമ്പോൾ വാതിലിന്റെ ചുറ്റുമുള്ള അനാവശ്യ സാധനങ്ങൾ മാറ്റൂ, ചെരുപ്പുകൾ അടുക്കി വയ്ക്കൂ, ഒരു തുണി കൊണ്ട് പൊടി തുടച്ചു മാറ്റൂ, കഴിയുമെങ്കിൽ ഒരു ചെറിയ ചെടിച്ചട്ടിയോ നല്ലൊരു ഡോർമാറ്റോ വെക്കൂ. അടുത്ത ദിവസം രാവിലെ ആ വാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ മനസ്സിന് കിട്ടുന്ന സന്തോഷം നിങ്ങൾക്ക് തന്നെ അനുഭവിക്കാം. ജീവിതം മുഴുവൻ മാറുമെന്ന് പറയുന്നത് അതിശയോക്തിയായിരിക്കാം, പക്ഷേ ചെറിയ നല്ല ശീലങ്ങൾ വലിയ മാറ്റങ്ങൾക്ക് തുടക്കമാകും എന്നത് സത്യമാണ്. ജപ്പാന്റെ രഹസ്യം അതാണ്. അവർ വലിയ കാര്യങ്ങൾ കൊണ്ടല്ല ലോകത്തെ അത്ഭുതപ്പെടുത്തിയത്, ചെറിയ കാര്യങ്ങൾ പോലും കൃത്യമായി ചെയ്യുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഇന്നു മുതൽ ഒരു പരീക്ഷണം നടത്തൂ. വെറും 7 ദിവസം നിങ്ങളുടെ വീടിന്റെ എൻട്രി വൃത്തിയായും ക്രമമായും സൂക്ഷിക്കൂ. വീട്ടിൽ കയറുമ്പോൾ മനസ്സിലുണ്ടാകുന്ന മാറ്റം ശ്രദ്ധിക്കൂ. വീട്ടിലുള്ളവരുടെ പ്രതികരണം ശ്രദ്ധിക്കൂ. ചെറിയ ശീലം എത്ര വലിയ വ്യത്യാസം ഉണ്ടാക്കുന്നുവെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില വീടുകളിൽ കയറുമ്പോൾ തന്നെ മനസ്സിനൊരു സമാധാനം തോന്നും. പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും ആ വീട് നമ്മളെ സ്വാഗതം ചെയ്യുന്നത് പോലെ അനുഭവപ്പെടും. അതേസമയം ചില വീടുകളിൽ കയറുമ്പോൾ തന്നെ എന്തോ ഒരു ഭാരവും അസ്വസ്ഥതയും തോന്നും. അതിന് കാരണം വീടിന്റെ വലിപ്പമോ പണക്കാരനാണോ എന്നതോ അല്ല. പലപ്പോഴും അതിന്റെ തുടക്കം വീടിന്റെ എൻട്രിയിൽ നിന്നാണ്. ജപ്പാനിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, വീടിന്റെ വാതിൽ നിങ്ങളുടെ മനസ്സിന്റെ കണ്ണാടിയാണ്. അതായത് വാതിൽക്കൽ കാണുന്ന ക്രമം പലപ്പോഴും വീട്ടുകാരുടെ ജീവിതക്രമത്തെയും പ്രതിഫലിപ്പിക്കുന്നു എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് അവർ രാവിലെ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നതിന് മുമ്പും വൈകുന്നേരവും തിരികെ വന്നതിന് ശേഷവും എൻട്രി ഒന്ന് ശ്രദ്ധിക്കുന്നത്. വാതിൽക്കൽ ചെരുപ്പുകൾ കുഴഞ്ഞു കിടക്കില്ല, ഉപയോഗമില്ലാത്ത സാധനങ്ങൾ കൂട്ടിവെക്കില്ല. കാരണം വീട്ടിലേക്ക് കയറുന്ന ആദ്യ നിമിഷം തന്നെ മനസ്സിന് സമാധാനം ലഭിക്കണം എന്നാണ് അവരുടെ ചിന്ത. നമ്മളും ഇത് ജീവിതത്തിൽ പരീക്ഷിച്ചാൽ വലിയ ചെലവൊന്നുമില്ല. ഒരു ദിവസം കൊണ്ട് 5 മിനിറ്റ് മതി. ഒരു ചൂല് കൊണ്ട് പൊടിയടിച്ചു മാറ്റുക, ഡോർ മാറ്റ് പൊടി തട്ടുക, ചെരുപ്പുകൾ നേരെയാക്കി വെക്കുക, ഉപയോഗമില്ലാത്ത സാധനങ്ങൾ മാറ്റുക. ഇത്ര മാത്രം ചെയ്താലും വീടിന്റെ ഭംഗി മാറും. അതിനേക്കാൾ പ്രധാനമായി വീട്ടിൽ കയറുന്ന ഓരോരുത്തർക്കും ഈ വീട് ശ്രദ്ധയോടെ നോക്കുന്നു എന്നൊരു തോന്നൽ ലഭിക്കും. കുട്ടികൾ പോലും മാതാപിതാക്കളെ കണ്ടാണ് പഠിക്കുന്നത്. അവർ ദിവസവും എൻട്രി വൃത്തിയാക്കുന്നത് കണ്ടാൽ അതും ഒരു നല്ല ശീലമായി വളരും. അതാണ് ജപ്പാന്റെ വലിയ രഹസ്യം. അവർ വലിയ മാറ്റങ്ങൾ ഒരൊറ്റ ദിവസം കൊണ്ടുവരാൻ ശ്രമിക്കാറില്ല. ചെറിയ നല്ല ശീലങ്ങൾ ദിവസവും ആവർത്തിച്ചാണ് വലിയ ജീവിതം നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള രാജ്യങ്ങളിൽ ഒന്നായി ജപ്പാൻ ഇന്നും അറിയപ്പെടുന്നു. അവിടെ പൊതുസ്ഥലങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുന്നവർ,
ആദ്യം സ്വന്തം വീടിന്റെ വാതിൽക്കൽ നിന്ന് തന്നെയാണ് ആ ശീലം ആരംഭിച്ചത്. അതുകൊണ്ട് ഇന്നു തന്നെ നിങ്ങൾക്കും ഈ ചെറിയൊരു ചലഞ്ച് എടുക്കാം. അടുത്ത ഒരാഴ്ച എല്ലാ ദിവസവും വീട്ടിലെ എൻട്രി വൃത്തിയാക്കി സൂക്ഷിക്കുക. അതിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുന്നു എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ മനസ്സിന് കൂടുതൽ സമാധാനം കിട്ടും, ചിലപ്പോൾ വീട്ടിലേക്ക് വരാനുള്ള സന്തോഷം കൂടും, ചിലപ്പോൾ വീട്ടിലെ മറ്റുള്ളവരും നിങ്ങളോടൊപ്പം ഈ ശീലം പിന്തുടരും. ചെറിയൊരു മാറ്റം വലിയൊരു ജീവിത രീതിയിലേക്ക് നമ്മളെ നയിക്കുമെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ന് തന്നെ ആ തുടക്കം കുറിക്കൂ. ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യൂ. ഇത്തരത്തിലുള്ള ജാപ്പാനീസ് ജീവിത രീതികളും നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ചെറിയ ശീലങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണോ അമർത്താൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ മറ്റൊരു ജാപ്പാനീസ് ജീവിത രഹസ്യവുമായി വീണ്ടും കാണാം. നന്ദി.